Dancing is like dreaming with your feet. കോളേജ് ട്രിപ്പിൽ ഇന്ന് നമ്മുടെ കൂടെ CETയിലെ വാച്ച് ദ ഫ്രീക്സ് ആണ്. ഭയങ്കര അടിപൊളി. എന്താണ് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റത്തില്ല. അതുപോലെ ഇപ്പോൾ ഞങ്ങളൊക്കെ സീസൺ ആരംഭിച്ച് തൊട്ടിട്ട് എപ്പോഴും ആ റൂമിൽ തന്നെയാണ്. ഒരു 4:30 തൊട്ടിട്ട് 9 വരെയൊക്കെ എപ്പോഴും ആ റൂമിൽ തന്നെയാണ് ചെലവഴിച്ചിട്ടുള്ളത്. 3-8 നടക്കുന്നത് അവിടെയുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ, പുറത്താരും അറിയത്തില്ല. അടിപൊളി. ജസ്റ്റ് കോളേജ് കോമ്പറ്റീഷന് വേണ്ടി ഇറങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തൊരു ഗ്രൂ ആയിരുന്നു. ഹായ് ഗായ്സ്. ഹലോ ഹലോ. നിങ്ങളുടെ പേര് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. എങ്ങനെയാണ് ഈ പേര് വന്നത്, വാച്ച് ദ ഫ്രീക്സ് എന്ന് പറഞ്ഞിട്ട്? വാച്ച് ദ ഫ്രീക്സ് എന്നുള്ള പേര് 2012 ഒരു ടീം ഫോം ചെയ്തപ്പം അവർ ഓൾറെഡി കുറച്ച് സ്റ്റേജസ് ഇറങ്ങിയിട്ട് ഫോം ചെയ്ത പേരാണ്. അപ്പോൾ ആക്ച്വലി ഇതൊരു ബെഞ്ചിൽ എഴുതിയിട്ടിരുന്ന പേരായിരുന്നു, റെപ്രസെൻറ്റ് WTF. ബട്ട് അതാണ് അതിൻ്റെ ക്യാച്ച് എന്നുള്ള സംഭവം. അപ്പോൾ WTF എന്നുള്ള ക്യാച്ചിൽ നിന്ന് +Z നമ്മുടെ WTFZ വരും. വാച്ച് ദ ഫ്രീക്സ്, വാച്ച് ദ ഫ്രീക്സ്. ഒരു 5 മെമ്പേഴ്സ് ഇരുന്ന് ചുമ്മാ ഡിസൈഡ് ചെയ്ത് ഡാൻസ് കോളേജിൽ നിന്ന് ടീം ഇറങ്ങണം എന്നുള്ള ഡിസൈഡ് ചെയ്ത് തുടങ്ങിയൊരു ടീമാണ്. എന്നിട്ട് ദെൻ അവർ കോമ്പറ്റീഷൻസ് ഇറങ്ങാൻ തുടങ്ങി. ദെൻ നെയിം ഫോം ചെയ്തു. ദെൻ ക്രൂ വലുതാവാൻ തുടങ്ങി. മിക്സ്ഡ് ക്രൂ ആയി. ആദ്യം ബോയ്സ് ഓൺലി ക്രൂ ആയിരുന്നു. അങ്ങനെ ജസ്റ്റ് കോളേജ് കോമ്പറ്റീഷന് വേണ്ടി ഇറങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തൊരു ക്രൂ ആയിരുന്നു. അത് കുറച്ചും കൂടെ സീരിയസ് ആയി. ആക്ച്വലി ഇപ്പോൾ ആ മെമ്പേഴ്സിന് അറിയത്തില്ല ഇങ്ങനെ ഒരു ടീം ഉണ്ടെന്ന്, 12-year-old ടീം ഉണ്ടെന്ന് അറിയത്തില്ല. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ടാവുന്നത്. എങ്ങനെ 12 വർഷമായിട്ട് നിങ്ങളുടെ ടീമിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു? ഞാൻ കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആയതാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു വലിയൊരു സൈക്കിളാണ്. ഇതിനകത്ത് ഇപ്പം അലുമിനീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഇപ്പം ഇവരുടെ കൂടെ സ്റ്റേറ്റ് കോമ്പറ്റീഷൻസിന് പോകും. ഇവരുടെ കൂടെ ഇപ്പോൾ പ്രസൻറ്റ് ടീമിൻ്റെ കൂടെ അലുമിനീസ് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പറ്റീഷൻസിന് പോകും. അപ്പം ഇവരുടെ ട്രാവൽ എക്സ്പെൻസസ് അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ടൈറ്റാണ്. ഇപ്പം കോളേജ് സ്റ്റുഡൻസ് ആണ്, ഇവർക്ക് ആർക്കും ജോലിയില്ല. അപ്പം അങ്ങനത്തെ ടൈമിൽ നമ്മൾ ഫിനാൻഷ്യലി എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇടും. അപ്പോൾ തന്നെ സ്പോട്ടിൽ എല്ലാവരും എവരിബഡി വിൽപ്പിച്ചിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനത്തെ കുറേ സപ്പോർട്ടുണ്ട്. പ്ലസ് ഈ എന്താ പറയുക, നമുക്ക് കഴിഞ്ഞ വർഷം പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോകാൻ ഇവരുടെ ട്രാവൽസ്, ഇവരുടെ കൂടെ പോവുക, സപ്പോർട്ട് ചെയ്യുക, ഇതിനാണ് ബേസിക്കലി മോട്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അലുമിനൈസ് ആണല്ലേ? കോളേജിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? കോളേജിൻ്റെ സപ്പോർട്ട് എന്ന് വെച്ചാൽ കോളേജുകാർ നമ്മുടെ കാര്യത്തിൽ ഇടപെടത്തില്ല എന്നുള്ളതാണ് അവരുടെ സപ്പോർട്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ പഠിക്കുക, ഡാൻസ് കളിക്കണമെങ്കിൽ നിങ്ങൾ ഡാൻസ് കളിക്കുക. അത് ആക്ച്വലി നമ്മൾ ഭയങ്കര പോസിറ്റീവ് സപ്പോർട്ടായിട്ടാണ് കാണുന്നത്. ഇതിപ്പോൾ നമുക്കൊരു ക്ലാസ് അലോട്ട് ചെയ്തിട്ടുണ്ട് 308 എന്ന് പറഞ്ഞിട്ട്. അതപ്പം നമ്മൾ ലൈക്ക് പ്രിൻസിപ്പളിന് പെർമിഷൻ കൊടുക്കും. അപ്പോൾ ഇപ്പോൾ പ്രിൻസിപ്പൾ പറയും ഈവനിങ് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പം ഈവനിങ് ക്ലാസ്സസ് ഡിസ്റ്റർബ് ചെയ്യാണ്ട് വിൽ മേക്ക് ഷുവർ ദാറ്റ് നോ ക്ലാസ്സസ് ഗെറ്റ് ഡിസ്റ്റർബ്. പക്ഷെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഒരു സേഫ് സ്പേസ് അറേഞ്ച് ചെയ്ത് തരും. അപ്പൊ 308 ആണോ നിങ്ങൾ ഡാൻസ് ടീമിന്റെ നിങ്ങളുടെ സ്പേസ് എന്ന് പറയുന്നത്? എന്ന് വെച്ചാൽ ഞാൻ 2016 കോളേജ് കയറിയതാണ്. 2017-18 തൊട്ട് നമ്മൾ 308 പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ 2020 പാസ് ഔട്ടായി. എന്നിട്ട് 5 years ആയി. ഇപ്പോഴും നമുക്ക് 308 പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ആ റൂം ഇസ് വെരി സ്പെഷ്യൽ ഫോർ അസ്. നിങ്ങളുടെ ടീമിലേക്ക് അപ്പോൾ എങ്ങനെയാണ് ആൾക്കാരൊക്കെ എടുക്കണേ? നമ്മൾ ആദ്യം ഒരു ഓഡിഷൻ വെക്കും. യൂഷ്വലി ഒരു 2-3 days ആയിരിക്കും ഓഡിഷൻ വെക്കാറ്. നമ്മളിങ്ങനെ 1 day വെച്ചിട്ട് ആ ഒരു കുഞ്ഞ് ടൈം സ്പാൻ കൊണ്ട് ആൾക്കാരെ എടുക്കുന്നു. ആ ഒരു പ്രോസസ്സ് അല്ല. നമ്മൾ എല്ലാവർക്കും സെയിം ടൈം അല്ലല്ലോ എടുക്കുക പഠിക്കാൻ. ഇപ്പം ഞാൻ പണ്ട് അങ്ങനെ ആയിരുന്നു. ഇപ്പം ഞാൻ ഭയങ്കര സ്ലോ ലേണറാണ്. അപ്പം എല്ലാവരുടെ പഠിക്കുന്ന ആ ഒരു എബിലിറ്റി വേറെ ആയിരിക്കുമല്ലോ. അപ്പം വി ഗിവ് ദം ടൈം. ഒരു സ്പാൻ ഓഫ് 2-3 days പറ്റുന്ന മാക്സിമം ബേസിക്സ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുത്ത് അങ്ങനെ ടൈം എടുത്തിട്ടാണ് ഈ ഓഡിഷൻ പ്രോസസ്സ്. ഇപ്പോൾ ജേണി ആയിരുന്നു നിങ്ങളുടെ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ഒരു കോറിയോ എന്ന് പറയാൻ ഉള്ളത്? ജേണി ഈസ് കൈൻഡ് ഓഫ് എൻ ഇമോഷണൽ കണക്ഷൻ. അതിപ്പം നമുക്കിപ്പോൾ കൊറിയോ ചെയ്യുമ്പോൾ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരുന്നു, ഒരു പെയിൻ ഉണ്ടായിരുന്നു ആ പാട്ടിന്. അത് അഡാപ്റ്റ് ചെയ്ത് ഇവർക്കൊരു പെയിൻ ഉണ്ടായിരുന്നു. അപ്പം ഐ ജസ്റ്റ് സെഡ് എനിക്കൊരു പെയിൻ ഉണ്ട് കൊറിയോ ചെയ്യുമ്പം. അപ്പം ആ പെയിൻ നിങ്ങളുടെ പെയിൻ ആവണം എന്നില്ല.
നിങ്ങൾക്കൊരു പേഴ്സണൽ പെയിൻ കാണും, അത് ഇതിലോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇമോഷണൽ സാധനം ക്രിയേറ്റ് ചെയ്തപ്പം ഇറ്റ് മോർ കണക്റ്റഡ് ടു ദ ഓഡിയൻസ്. ജേണി എന്ന് പറയുമ്പോൾ അതിപ്പോൾ നമുക്ക് കണക്ട് ആയത് മാത്രമല്ല, അത് എന്താ പറയുക, ഇപ്പോൾ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്കായാലും ജേണി കാണാൻ വേണ്ടി മാത്രം നമ്മുടെ പെർഫോമൻസ് കാണാവുന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. പദയാത്ര ഡാൻസിനെ പറ്റി നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം ജോബ് കുര്യനെ മീറ്റ് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാം. എനിക്കൊരാഗ്രഹമായിരുന്നു, അതിന് ഞാൻ ഇവർക്ക് കൊടുത്തു, അവർക്കും അങ്ങനെ ആഗ്രഹമായി. ജോബ് കുര്യനെ ഇതൊന്ന് അഡ്രസ്സ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ സീസണിൽ ശ്രമിച്ചിട്ടുണ്ട്, കഴിഞ്ഞ സീസണിൽ ജേണി പാട്ട് എത്തിക്കാനും നോക്കിയിട്ടുണ്ട്. അതിൽ ഇപ്രാവശ്യം ജോബ് കുര്യനെ കാണണം. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഈസിലി ആക്സസബിൾ ആയിരുന്നു. അങ്ങനെ ജോബ് കുര്യനെ കാണാൻ പറ്റും. നമ്മൾ തന്നെ അപ്രോച്ച് ചെയ്തത് ആളെ, നമ്മൾ മാക്സിമം ആൾ ഓൾറെഡി റീല് വഴിയൊക്കെ കുറെ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആളെന്താ പറഞ്ഞേ കോറിയോഗ്രാഫിയും ഈ ഡാൻസൊക്കെ കണ്ടിട്ട്? ആള് പറഞ്ഞെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ആൾക്ക് കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ചും കൂടെ കുറച്ച് ആൾക്കാരെ കാണാനുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. പക്ഷെ ആൾ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തു വർക്ക് ഇത്ര എഫേർട്ട് ഇട്ട് ചെയ്തതിൽ. പിന്നെ നമ്മൾ ഇപ്പം ഭയങ്കര അപ്രീഷിയേറ്റിംഗ് ടൈപ്പ് ഓഫ് ക്യാരക്ടർ. ആൾ പ്രോപ്പർ കാര്യങ്ങൾ പറഞ്ഞു തരും നമുക്ക്, അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്യാരക്ടർ. കോറിയോയില് തന്നെ നിങ്ങളുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നിങ്ങളുടെ കോസ്റ്റ്യൂംസ് എന്ന് പറയുന്നത്. അപ്പം ഈ കോസ്റ്റ്യൂം സെലക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് നോർമലി? പാനൽ തന്നെ ഉണ്ട് ആക്ച്വലി. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്കിവിടെ ആർക്കിടെക്ചറിലെ പിള്ളേരുണ്ട്, അപ്പോൾ അവർ തന്നെ ഡിസൈൻസ് എല്ലാം സെറ്റ് ചെയ്ത് ഇതിൻ്റെ ബാക്കിൽ ഇതിന് ഇപ്പം ചേട്ടൻ കൊറിയോഗ്രാഫർ റിക്വയർമെൻറ്റ് പറയും, വി ഹാവ് ടു ക്രാഫ്റ്റ് പറയും, അത്രേ ഉള്ളൂ. ഈ ഐഡിയ എന്ന് പറയും. അപ്പം ഇവരും വർക്ക് ചെയ്യുക, ആർക്കിടെക്ചർ പിള്ളേർ മാത്രമല്ല ഇവരുടെ ഐഡിയാസും കൂടെ അപ്ലൈ ചെയ്ത്. ഇപ്പം ഞാൻ ഒരു ബ്രെയിൻ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിൽ 24 ബ്രെയിൻ വർക്ക് ചെയ്യുന്ന കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആണെന്ന് അതുമാത്രമല്ല അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് ടീമിനോടുള്ള ഇൻവോൾവ്മെൻറ്റും കൂടും. അപ്പം അങ്ങനെ ഒരു പ്രോസസ്സിൽ എല്ലാത്തിലും ഇവർ ഇൻവോൾവ് ചെയ്യിപ്പിക്കും. കോസ്റ്റ്യൂം ചെയ്യാനാണെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കുകയല്ല, അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കും. നിങ്ങളുടെ ഭാവി പരിപാടികളൊക്കെ ഇനി എന്താണ്? ഇന്റർനാഷണൽ ലെവലിലൊക്കെ പോകാൻ നമുക്ക് കോളേജ് കാറ്റഗറിയിൽ കോളേജ് ടീം എന്നുള്ള രീതിയിൽ ഒതുങ്ങാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. പേഴ്സണലി എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ അവരുടെ അടുത്തും പറഞ്ഞു എൻ്റെ ഐഡിയ, നമുക്ക് ഇങ്ങനെയല്ല, നമുക്ക് കുറച്ചും കൂടെ എക്സ്പോഷർ വേണം. കാരണം നമുക്ക് ഇത്രയും പോസിബിലിറ്റീസ് ഉള്ള ടീമുണ്ട്, നമുക്ക് അവൈലബിലിറ്റീസ് ഉണ്ട്, ടൈമുണ്ട്, എക്സ്പോഷർ ഉണ്ട്. അപ്പം എക്സ്പോഷർ നമ്മൾ ബിൽഡ് ചെയ്തെടുത്തതാണ്, പക്ഷേ എന്നാലും എല്ലാം ഉണ്ട്. നമുക്കപ്പോൾ ബിൽഡ് ചെയ്യാം, നമുക്കിനി പറ്റും, നമുക്ക് വലുതായിട്ട് ചിന്തിക്കാം, ചെറിയ പരിപാടി പിടിക്കേണ്ട എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് നാഷണൽ കോമ്പറ്റീഷൻ. ഇനിയും വരുമ്പോൾ നമ്മൾ കോമ്പറ്റീഷൻ മാക്സിമം ഇറങ്ങാൻ ശ്രമിക്കും. എല്ലാവരുടെയും ക്ലാസ്സസും എക്സാംസ് എല്ലാം നോക്കിയിട്ട് നമ്മൾ മാക്സിമം ഇറങ്ങാൻ ശ്രമിക്കും. അങ്ങനെയാണ് പ്ലാൻസ്.